മന്ത്ലി സെയിൽസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓലയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓലയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ബേസ് മോഡലായ S1X സീരീസിൽ 3 വണ്ടികൾ അതിൻ്റെ പ്രൈസസ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ആക്ച്വലി എല്ലാവരും അതിശയിപ്പിക്കുന്ന പ്രൈസ് തന്നെയാണ് ഓല വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഓക്കെ ഫ്രണ്ട്സ്, അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് ഓല ഇലക്ട്രിക്. കാരണം വേറൊന്നുമല്ല, ഒരു എക്കണോമിക്കൽ വണ്ടിയായിട്ടാണ് ഓല അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് 3 വണ്ടികളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. അതായത് S1X സീരീസിൽ 3 വണ്ടികളാണ്. ഒന്ന് വന്നിട്ട് 2 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വേരിയൻറ്റും 3 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വേരിയൻറ്റും അതുപോലെ 4 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വേരിയൻറ്റ്, അങ്ങനെ 3 വണ്ടികളാണ് പറഞ്ഞിരിക്കുന്നത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസസ് നമ്മൾ പോകുന്ന മുന്നേറ്റ് നമുക്ക് വണ്ടിയുടെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഈ 3 വണ്ടിക്കകത്ത് ഉപയോഗിച്ചിരുന്നത് സെയിം BLDC ഹബ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 6 കിലോവാട്ടാണ്. നോമിനൽ പവർ എന്ന് 2.7 കിലോവാട്ട്. അപ്പോൾ റീസണബിൾ ഒരു പവർ ചെയ്യുന്ന വണ്ടി തന്നെയാണ്. പിന്നെ 3 വണ്ടിക്കകത്ത് 34 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 കിലോവാട്ടും അത് 3 കിലോവാട്ട് 4 കിലോവാട്ട് 3 വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ 3 കിലോവാട്ടിലും 4 കിലോവാട്ടിലും നമുക്ക് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 90 km/h ആണ്. നേരെ മറിച്ച് നമ്മുടെ ബേസ് വേരിയൻ്റ് 2 കിലോവാട്ടിൽ ആക്ച്വലി 85 km ആണ് കമ്പനിയുടെ ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അടുത്ത നമ്മുടെ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വണ്ടിക്കകത്തും 4.3 ഇഞ്ചിൻ്റെ ഒരു സെഗ്മെന്റൽ LCD സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടച്ച് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ബേസിക് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതിനൊപ്പം തന്നെ നമുക്ക് ഫിസിക്കൽ കീ ആക്ച്വലി ഓലയുടെ വണ്ടിക്കകത്ത് വരുന്നു തുടങ്ങുകയാണ്. അതായത് ഈ 3 വണ്ടിക്കകത്തും ഫിസിക്കൽ കീ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വണ്ടിയുടെ വാറണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ സ്റ്റാൻഡേർഡ് വാറണ്ടി 8 വർഷം അല്ലെ 80,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് 3 വണ്ടിക്കും വാറണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റിലുള്ള ഈ സെഗ്മെന്റിലുള്ള ഒരു വണ്ടിക്ക് ഇത്തരം വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഓല തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്നുണ്ട്. അടുത്ത വണ്ടിയുടെ ബാറ്ററീസ് നോക്കുകയാണെങ്കിൽ 3 വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേരിലുള്ള പോലെ തന്നെ 2 കിലോവാട്ടിനാണെങ്കിൽ 2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ 3 കിലോവാട്ടിൽ 3 കിലോവാട്ടും 4 കിലോവാട്ടിലാണെങ്കിൽ 4 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റേഞ്ച് നമ്മൾ കമ്പനി അവകാശപ്പെടുന്നത് 2 കിലോവാട്ട് ആണെങ്കിൽ 95 കിലോമീറ്റേഴ്സാണ് സർട്ടിഫൈഡ് റേഞ്ച്. ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ 85 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതേസമയത്ത് 3 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് 143 കിലോമീറ്ററും ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ 125 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ 4 കിലോവാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് കമ്പനി പറയുന്നത് 190 കിലോമീറ്റേഴ്സ് ആണ്. അവർ ട്രൂ റേഞ്ച് 167 കിലോമീറ്റേഴ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഡെയിലി ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 കിലോവാട്ടോ അല്ലെങ്കിൽ 3 കിലോവാട്ടോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പെർ ഡേ വന്നിട്ട് 143 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റീസണബിൾ തന്നെയാണ്. അപ്പോൾ 4 കിലോവാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ദൂരം കൂടുതലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും 4 കിലോവാട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ വണ്ടി ഓല S1X വരുന്നത് എക്സിസ്റ്റിംഗ് ഓല പ്ലാറ്റ്ഫോമിലുള്ള അതേ വണ്ടി തന്നെയാണ്. അതേ സെയിം ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസമുള്ളത് നമുക്ക് കളർ കോമ്പിനേഷൻസും അതിന് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മെയിൻലി ഹബ് മോട്ടറാണ്. അപ്പോൾ സ്റ്റീൽ വീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ 7 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് എക്കോ, രണ്ടാമത്തെ നോർമൽ, മൂന്നാമത്തെ സ്പോർട്സ്. ഇവിടെ നമുക്ക് റിവേഴ്സ് മോഡും വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വണ്ടി ചാർജർ നോക്കുകയാണെങ്കിൽ 2 കിലോവാട്ടും 3 കിലോവാട്ടും വരുന്നത് 500 വാട്ട്സിൻ്റെ ഒരു പോർട്ടബിൾ ചാർജറാണ് വരുന്നത്. അതേസമയം നമുക്ക് 4 കിലോവാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 700 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വണ്ടിക്കകത്ത് വരുന്നത് ട്യൂബുലാർ ആൻഡ് ഷീറ്റ് മെറ്റൽ ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് ട്വിൻ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹബ് മോട്ടറാണ്. അപ്പോൾ അത് കാരണം സ്റ്റീൽ വീൽസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ സ്മാർട്ട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലാണ്. ബേസിക് വണ്ടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കമ്പനി പല പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻലി ഒന്ന് സൈഡ് സ്റ്റാൻഡ് അലേർട്ട് വരുന്നുണ്ട്, റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, OT അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഓല ഇലക്ട്രിക് ആപ്പ് ത്രൂ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം റീസണബിൾ ഒരു സ്മാർട്ട് ഫീച്ചർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 3 വണ്ടിയെക്കുറിച്ച് കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അത് 2 കിലോവാട്ടും 3 കിലോവാട്ടും 4 കിലോവാട്ടും S1Xന്റെ കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വളരെ വ്യക്തമായി വീണ്ടും പറയുന്നില്ല, വെറുതെ നിങ്ങൾക്ക് ബോർ അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ പ്രൈസാണ്. അപ്പോൾ ആക്ച്വലി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഓൾറെഡി ഈ വണ്ടി പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, നമുക്ക് 2 കിലോവാട്ടിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 69,999 എക്സ്ഷോറും വിലയ്ക്കാണ് നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത 3 കിലോവാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 84,999 രൂപയും അതുപോലെ 4 കിലോവാട്ട് ആണെങ്കിൽ 99,999 രൂപയ്ക്കാണ് വണ്ടിയുടെ എക്സ്ഷോറും വില വരുന്നത്. അപ്പോൾ ആക്ച്വലി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വണ്ടി വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു റേറ്റിന് വേറെ വണ്ടി ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ റേറ്ററിൻ്റെ റിസ്ക് ആണെങ്കിൽ പോലും 1,10,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എക്കണോമിക്കൽ ബഡ്ജറ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 കിലോവാട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ വേറെ കാര്യമുള്ള നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് 95 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അധികം ഓട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ 2 കിലോവാട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ 3 കിലോവാട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതായത് 143 കിലോമീറ്റർ നിങ്ങൾക്ക് സർട്ടിഫൈഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ഓട്ടോ ഉള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ഒരു നല്ല ദൂരം ഓടുന്നുണ്ട്, ഒരു 100-150 കിലോമീറ്റേഴ്സ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4 കിലോവാട്ടിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും 3 വണ്ടിയുടെ പ്രൈസസ് ആണ്. ബേസ് വേരിയൻറ്റ് വന്നിട്ട് 70,000 രൂപ,
അത് മിഡിൽ വേരിയൻറ്റ് വന്നിട്ട് 85,000 രൂപ, അത് ടോപ്പ് എൻഡ് വന്നിട്ട് 1,00,000 രൂപ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പെട്രോൾ വണ്ടി എടുക്കാൻ തന്നെ വണ്ടിക്ക് ഒരു ആവറേജ് നിങ്ങൾക്ക് ഒരു 1,00,000 രൂപ 1,20,000 നിങ്ങൾ മുടക്കണം. അപ്പോൾ ആ സ്ഥാനത്താണ് ആ ഒരു സെഗ്മെൻറ്റിലേക്ക്, ആ ഒരു റേറ്റിലേക്കാണ് ഓല ഒരു പുതിയ വണ്ടി പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന വണ്ടി തന്നെയാണ് ഓല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയും സർവീസ് മോശമാണെന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വേറെ ഒന്നല്ല, അത് കറക്റ്റാണ്, സർവീസ് വളരെ മോശമാണ്. പക്ഷേ എന്നിരുന്നപ്പോൾ ഈ റേറ്റ് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വെർത്താണ്. കാരണം വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഇതിന് പറയാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഇവിടെ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പെട്ടെന്ന് വന്നതാണ്. പിന്നെ ഉച്ചയ്ക്കാണ് അനൗൺസ്മെന്റ് വന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. അപ്പോൾ ഒരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.